ഹലോ ഗൈസ്, അപ്പോൾ സമയം രാത്രി 8-8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇറങ്ങാറുണ്ട് രാത്രി മീൻ പിടിക്കാനായിട്ട്. പക്ഷേ എല്ലാ ദിവസത്തേക്കാളും 3 ദിവസമായിരുന്നു ഇന്ന്. കാരണം അതിനുള്ള മീനൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ടോർച്ച് അടിച്ചു മീനുണ്ടോയെന്ന് നോക്കി വല എറിഞ്ഞു. വയമ്പിനെ പിടിക്കാനായിട്ട് ഞങ്ങൾ രാത്രി ഇതുപോലെ പോവാറ്. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ അവരിങ്ങനെ വെള്ളത്തിന് മുകളിൽ വന്ന് നിൽക്കും. അപ്പോൾ പിടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ വലയിൽ കുറച്ച് വലിപ്പമുള്ള ഒരു മീനെ കിട്ടിയിട്ടാ. അപ്പോൾ അതിടാനുള്ള പാത്രം എവിടെ നിന്നാണ് ആ വോയിസ് കേൾക്കണത്. ചേട്ടന്മാരെ കൂടെ ഞങ്ങൾ 3 ആൾ പോയെങ്കിലും ഞങ്ങളെ കൊണ്ട് വലിയ ഉപകാരമൊന്നും അവർക്ക് ഉണ്ടായില്ല. കാരണം വല വീശണതും മീൻ പറക്കിയിടുന്നതും ചേട്ടന്മാർ തന്നെയായിരുന്നു കേട്ടോ. അതാണത്, അതായത് ആ മീനിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ചുവന്ന അമ്പലം. ഞങ്ങളുടെ അവിടുത്തെ പുഴയിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ കൂട്ടായിട്ടുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ഫോക്കസ് ചെയ്തു. കുത്തുവതിപ്പോൾ അപ്പോൾ കിട്ടിയ മീനുകളുടെ പേരുകൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ വിദഗ്ധർ എന്താ പറയണമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പേര് എന്നിട്ട് പറഞ്ഞ ഒരു വരണ്ട്. ആ കല്യാണം മുടക്കി കാര്യമായിട്ട് ഇതിൻ്റെ പേരെങ്ങനെയാണോ? കല്യാണം മുടക്കിയ. അപ്പോൾ ശരിക്കും ആ മീനിൻ്റെ പേര് എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. വെറുതെ ഇരുന്ന് വയ്യാണ്ടായി ഇപ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഞങ്ങൾ പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ജാതിക്കൊക്കെ പൊട്ടിച്ച് കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ മീൻ പിടിക്കാൻ പോയത്. പിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഈ കുളത്തിൽ ഈ കാണുന്നതുണ്ടല്ലോ, അത് ഗൗരാമിയാണ്. അതായത് വളർത്തുമീൻ ഗൗരാമില്ലേ. അതെങ്ങനെയാണ് ആ കുളത്തിൽ വന്നതെന്നൊന്നും അറിയില്ല. പിന്നെ എന്തോ ആ വെള്ളത്തിന് ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ സ്ഥലം വിട്ടു. ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ വെള്ളം ഉണ്ടെന്ന് കേട്ടോ. പക്ഷെ അത്രയ്ക്ക് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ സ്ഥലം കണ്ടുപിടിച്ച് വല വീശിയപ്പോൾ വല തടഞ്ഞു. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ വെള്ളത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ മീനുകൾ. 8-8:30 ഇറങ്ങിയ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 12 മണിയായിട്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ്റെ ഒരു ചോദ്യം, മീൻ മാർക്കറ്റിൽ അങ്ങനെ കൊണ്ടു കൊടുക്കാൻ പോയോന്ന്. അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടുന്ന് വലിയ ബക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോയത്. വെള്ളം ഭയങ്കര കുറവായിരുന്നു. ഇനി അതുകൊണ്ടാണോ മീൻ കുറഞ്ഞതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഞങ്ങൾ തളരില്ല. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കുറേ മീൻ കിട്ടി ഞങ്ങൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.